ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രുക്മിണീ ദേവിക്ക് തൻ്റെ പുത്രനെ തിരിച്ചു കിട്ടുന്ന ആ മനോഹരമായ കഥാഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിലും മനോഹരമായ മറ്റൊരു ഭഗവാന്റെ ലീലയാണ്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു ഭാവം തന്നെയാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലും ഭഗവാൻ പല ഭാഗങ്ങളിലും ഇപ്രകാരം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വളരെ മനോഹരമായ ഒരു കഥാഭാഗമാണ് നാരദ പരീക്ഷ. ഒരിക്കൽ നാരദ മുനിക്ക് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ദ്വാരകയിൽ എത്തിച്ചേരുകയാണ്. മണിവർണ്ണൻ എവിടെയാണ് എന്നന്വേഷിച്ചപ്പോൾ രുക്മിണീ ദേവിയുടെ മണിയറയിലുണ്ട് എന്നറിഞ്ഞ് മുനീന്ദ്രൻ അനുവാദപൂർവം ആ മുറിയിലേക്ക് കടന്നു ചെന്നു. രമണീയമായ ദന്തതൽപ്പത്തിൽ ഭഗവാൻ കൃഷ്ണൻ മുഗ്ധരൂപിണിയായ രുക്മിണീ ദേവിയും ഒരുമിച്ച് വിശ്രമിക്കുകയാണ്. ദേവമുനിയെ കണ്ട് ദേവദേവനും പത്നിയും എഴുന്നേറ്റ് അദ്ദേഹത്തെ ആദരപൂർവം സൽക്കരിച്ച് അദ്ദേഹത്തിന് സുവർണ പീഠം നൽകി ഉപചരിച്ചു. അനന്തരം ഭഗവാൻ ചോദിച്ചു, ദിവ്യാത്മാവായ അങ്ങ് ഈ ദിനാന്തവേളയിൽ ഇങ്ങോട്ട് എഴുന്നള്ളുവാനുള്ള കാരണം എന്താണ്? അങ്ങയുടെ സന്ദർശനം കൊണ്ട് ഞങ്ങൾ ധന്യരായി, എങ്കിലും ചോദിച്ചു എന്നു മാത്രം. ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവന്റെ പുത്രനായ നാരദർ ഇപ്രകാരം പറഞ്ഞു, വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടല്ല, അവിടുത്തെ ഒന്ന് തൃക്കൺ പാർക്കുവാൻ വേണ്ടി വന്നു എന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വദനമണ്ഡലത്തിൽ ഒരു പൂനിലാവൊളി പരന്നു. മുനി യാത്രയും ചൊല്ലി രുക്മിണീ ദേവിയുടെ മുറിയിൽ നിന്നും നേരെ സത്യഭാമയുടെ മണിയറയിലേക്ക് കയറി ചെന്നു. മഹാത്ഭുതം! ഭഗവാൻ ഭാമയും ഒരുമിച്ച് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. നാരദരെ കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ഭാമയും എഴുന്നേറ്റു തൊഴുത് കൈവണങ്ങി ഉപചരിച്ചിരുത്തി. മഹാമുനിയെ ഇപ്പോൾ ഇവിടെ കാണാനിടയായത് മഹാഭാഗ്യം തന്നെ. ഞാനും ഭാമയും കൂടി ചൂത് കളിക്കുകയായിരുന്നു. ഞാൻ കളവ് കാണിച്ചെന്നും പറഞ്ഞ് ഭാമ എന്നെ ശകാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങ് വന്നത്. അങ്ങ് വന്നതുകൊണ്ട് എനിക്ക് ശകാരം കേട്ടില്ല. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാനായിട്ട് അവിടുത്തെ കളിക്ക് വിഘ്നം വരുത്തുന്നില്ല എന്നു ചൊല്ലി മഹർഷി പുങ്കവൻ അവിടെ നിന്നും ഇറങ്ങി ജാമ്പവതിയുടെ മണിമേടയിലേക്ക് ചെന്നു. അവിടെയുമുണ്ട് കൃഷ്ണൻ. അദ്ദേഹം അവിടെ ആയുധാഭ്യാസം ചെയ്യുകയാണ്. ജാമ്പവതി പ്രാണേശ്വരന്റെ കളഗാത്രത്തിലെ തൂവിയർപ്പുകൾ തുടച്ച് അദ്ദേഹത്തെ പരിചരിക്കുന്നു. ഭഗവാനെ എന്ന് നനച്ചുകൊണ്ട് നാരദർ അവിടെ നിന്നും നേരെ സത്യയുടെ അന്തഃപുര മണിമന്ദിരത്തിലേക്ക് ചെന്നു. അവിടെയും അദ്ദേഹം ഭഗവാനെ കണ്ടു. അദ്ദേഹം അവിടെ സന്ധ്യാവന്ദനത്തിനൊരുങ്ങുന്നു. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ സത്യ ഒരുക്കുന്നു. ഉടനെ തന്നെ നാരദമുനി കാളിന്തി മന്ദിരത്തിലേക്ക് ചെന്നു. അവിടെ ഭഗവാൻ കാളിന്തിയുമായി കളിവർത്തമാനങ്ങൾ പറഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുന്നു. നാരദമുനിക്ക് തല കറങ്ങുന്നതായി തോന്നി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആകെ ഒരു പരിഭ്രമവും പരമമായ അത്ഭുതവും. അദ്ദേഹം ഉടനെ മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. നന്ദാത്മജൻ ആ സുന്ദരാംഗിയുടെ പൂമടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു.
നാരദർ അവിടെ നിന്നും വേഗത്തിൽ ലക്ഷണയുടെ ഗൃഹത്തിൽ പോയി വീക്ഷിച്ചു. അവിടെയും ഭഗവാൻ ലക്ഷണയുമായി ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നു. ബന്ധപ്പെട്ട് മഹർഷിവര്യൻ പിന്നീട് ഭദ്രയുടെ ഗൃഹത്തിൽ പോയി നോക്കി. ഭഗവാൻ അവിടെ ഹോമകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭദ്ര ഭക്തിപൂർവം ഹോമദ്രവ്യങ്ങൾ എടുത്ത് കൊടുക്കുന്നു. 8 പത്നിമാരുടെ ഗൃഹത്തിലും ഒരേ സമയം ഭഗവാൻ ലീലകളാടുന്നു. ഈ വിധം വിവിധ ലീലകളാടുന്ന ജഗത്പതിയുടെ മായാവൈഭവമോർത്ത് പുളകിത ശരീരനായി ബ്രഹ്മദേവന്റെ പുത്രനായ നാരദൻ മറ്റു വധുക്കളുടെ വസതികളിലും ചെന്ന് വീക്ഷിച്ചു. 16,000 മങ്കമാരുടെ മനോഹര മണിയറകളിലും മരതക മണിവർണ്ണൻ അവരെ പലവിധ കർമ്മങ്ങളും ചെയ്ത് ആനന്ദിപ്പിക്കുന്നത് കണ്ട് കമലാസനപുത്രൻ തലകുനിച്ച് കൈകൂപ്പി നിന്ന് ഇപ്രകാരം വിചാരിച്ചു: ഭഗവാനെ കൃഷ്ണ, ചെന്താമരക്കണ്ണ, ലോകൈകനാഥനായ നിന്തിരുവടിയുടെ മായാവൈഭവം അത്യത്ഭുതങ്ങളിൽ പരമാത്ഭുതം തന്നെ. നിന്തിരുവടി ഒഴിച്ച് മറ്റൊന്നും ഞാനിവിടെ കാണുന്നില്ല. സർവവും കൃഷ്ണമയം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നാരദർ ഉടനെ സഭാതലത്തിലേക്കോടി. അവിടെ ഭഗവാൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മന്ത്രിമാരുമായി രാജ്യഭരണ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അവിടെയും കൃഷ്ണൻ. ഉടനെ ദേവകിയുടെ അന്തഃപുരത്തിൽ ചെന്നു നോക്കി. അവിടെ ഭഗവാൻ അമ്മയെ മധുരഭാഷണം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു. മുനീന്ദ്രൻ വിസ്മയവിവശനായി തിരിച്ചു വരുമ്പോൾ കൃഷ്ണൻ ഒരിടത്ത് ഏകനായി നിൽക്കുന്നു. ഉടൻ തന്നെ നാരദർ ഭഗവാന്റെ അടുത്തു ചെന്ന് തൊഴുതു നിന്നു. പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു: എന്താ മഹാമുനെ, അങ്ങ് വന്നിട്ട് ഇതേവരെയും പോയില്ലേ? എവിടെയായിരുന്നു ഇത്ര സമയവും? അത് കേട്ടപ്പോൾ നാരദമുനി ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ വിശ്വമൂർത്തി, അവിടുത്തെ വിസ്മയാവഹമായ മായാവൈഭവത്താൽ അടിയൻ മയങ്ങിപ്പോയി. അടിയനെ അനുഗ്രഹിച്ച് അടിയന് ജ്ഞാനോദയം വരുത്തിത്തരണമേ. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടുകൂടി ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ നാരദ, ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണഭൂതൻ പ്രകൃതി പുരുഷനായ ഞാൻ മാത്രമാണ്. എൻ്റെ മായയാണ് ഈ പ്രപഞ്ചം. ഈ തത്വം അങ്ങ് ധരിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളുക. അങ്ങയുടെ മായാവിഭ്രമങ്ങൾ അകന്നു പൊയ്ക്കൊള്ളും. ഇത് കേട്ടപ്പോൾ നാരദർ ഭഗവാൻ ശ്രീകൃഷ്ണനെ വന്ദിച്ച് യാത്ര ചൊല്ലി മറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന് 16,008 ഭാര്യമാരും അവർക്കോരോരുത്തർക്കും 10-30 മക്കളും ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മായക്കളിയല്ലാതെ മറ്റെന്തായിരുന്നു? നിസ്സംഗനും നിത്യബ്രഹ്മചാരിയുമായിരുന്നു ഭഗവാൻ. ആ പരമരഹസ്യം മഹായോഗികൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ മായാവൈഭവം അറിയുന്നവർ ജ്ഞാനികളാണ്. ഏതൊരുവനാണോ ഭഗവാന്റെ യഥാർത്ഥ ഭക്തൻ, ഭഗവാനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവൻ, ഭഗവാന്റെ സ്നേഹം നിത്യവും കൊതിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഭഗവാന്റെ നാമം നിത്യവും ഉരുവിട്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവൻ, അവനറിയാം ഭഗവാൻ നിസ്സംഗനും നിത്യബ്രഹ്മചാരിയുമായിരുന്നുവെന്ന്. ഭഗവാനെ അറിയുവാൻ കുറച്ചെങ്കിലും ശ്രമിച്ചവർക്ക് മാത്രമേ ആ സത്യം അറിയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം. എല്ലാവർക്കും ഈ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സ്ഥിരമായി ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഭാഗവത പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭഗവാന്റെ ആ ഒരു ചിത്രവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഭഗവാന്റെ ചിത്രത്തിനും
എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്നും ഭഗവാനെ അല്പമെങ്കിലും അറിയുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരവും നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഭഗവത്ഗീത നിങ്ങൾ സ്ഥിരമായി കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചിന്താഗതിയിലുമൊക്കെ വളരെയധികം വ്യത്യാസമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.